മലയാള സിനിമയ്ക്ക് വർഷങ്ങൾ എത്ര പിന്നിട്ടാലും മറക്കാൻ പറ്റാത്ത നടിയാണ് ശോഭന. നിരവധി സിനിമകളിൽ ശ്രദ്ധേയ കഥാപാത്രങ്ങൾ ശോഭന ചെയ്തു. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലൂടെയാണ് ശോഭനയെ ഇന്നും പ്രേക്ഷകർ ഓർക്കുന്നത്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇടം നേടിയ സിനിമയാണ് മണിച്ചിത്രത്താഴ്. നിരവധി നായകന്മാർക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ശോഭനയുടെ ഏറ്റവും മികച്ച ഓൺ സ്ക്രീൻ നായകൻ മോഹൻലാലാണ്. തേന്മാവിൻ കൊമ്പത്ത്, പവിത്രം, മിന്നാരം തുടങ്ങിയ സിനിമകളിലൂടെ മോഹൻലാൽ ശോഭന താരജോഡി ശ്രദ്ധിക്കപ്പെട്ടു. ഇരുവരുടെയും ഓൺ സ്ക്രീൻ കെമിസ്ട്രി ഒരു കാലത്തുണ്ടാക്കിയ തരംഗം ചെറുതല്ല. ശോഭന മോഹൻലാൽ ഗോസിപ്പുകളും അക്കാലത്ത് പ്രചരിച്ചിരുന്നു. ശോഭനയ്ക്ക് ശേഷം മോഹൻലാലിന് ഇതേപോലെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി തോന്നിയ നടി മീനയാണ്. ശോഭന സിനിമാ രംഗത്തു നിന്നും അകന്നു തുടങ്ങിയ കാലത്താണ് മീന മലയാളത്തിലേക്ക് കടന്നു വരുന്നത്. വർണ്ണപ്പകിട്ട് എന്ന സിനിമയിൽ തുടങ്ങിയ മീന മോഹൻലാൽ കൂട്ടുകെട്ട് ശോഭന മോഹൻലാൽ താരജോഡിയെ പോലെ തരംഗമായി. മോഹൻലാലിനെ കുറിച്ച് അടുത്തിടെ ശോഭന പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. മോഹൻലാലുമായി സൗഹൃദത്തിലായതിനെ കുറിച്ചാണ് ശോഭന സംസാരിച്ചത്. ആദ്യം ചെയ്ത സിനിമകളിലൊന്നും ഞങ്ങൾ തമ്മിൽ വലിയ കംഫർട്ട് ലെവൽ ഇല്ല. 14 വയസ്സും അവർക്ക് 20-22 വയസ്സും. വ്യത്യസ്ത മനസ്സുള്ള 2 ചെറുപ്പക്കാരായ 2 പേർ. പാവം പ്രൊഡക്ഷന് ഞങ്ങളെ 2 പേരെയും സഹിക്കേണ്ടി വന്നു. ഞാൻ മുഖം കനപ്പിച്ചിരിക്കും. അദ്ദേഹം എന്താണ് ഈ പെണ്ണിങ്ങനെ, എനിക്ക് എന്താണ് കുഴപ്പമെന്ന് ചിന്തിക്കും. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഓക്കെ ആയെന്നും ശോഭന ഓർത്തു. മോഹൻലാൽ തന്നെ കളിയാക്കിയതിനെ കുറിച്ചും ശോഭന സംസാരിച്ചു. കെട്ടിപ്പിടിക്കുന്ന സീനിൽ മൂക്കിള തന്റെ ദേഹത്താക്കിയെന്ന് പറഞ്ഞ് മോഹൻലാൽ കളിയാക്കും. ഇല്ല ലാലു, ഗ്ലിസറിൻ ആണെന്ന് താൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. എന്നാൽ മോഹൻലാൽ എപ്പോഴും തന്നെ ഇക്കാര്യം പറഞ്ഞ് കളിയാക്കുമെന്ന് ശോഭന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മമ്മൂട്ടിയെക്കുറിച്ചും അന്ന് ശോഭന സംസാരിച്ചു. 60ഓളം സിനിമകൾ അദ്ദേഹത്തോടൊപ്പം ചെയ്തു. അടുത്തിടെ അദ്ദേഹത്തെ കണ്ടു. ഷൂട്ടിങ്ങിന് ഒരേയിടത്തായിരുന്നു. ഞാൻ അദ്ദേഹത്തെ ഫോൺ ചെയ്തു. ലഞ്ചിന് വരുമ്പോൾ വീട്ടിൽ നിന്ന് എന്താണ് കൊണ്ടുവരേണ്ടതെന്ന് അദ്ദേഹം ചോദിച്ചു. അതെനിക്കൊരു അത്ഭുതമായിരുന്നു. പത്തിരിയും മീൻകറിയുമാണ് ഞാൻ ചോദിച്ചത്. പാവം എൻ്റെ ഷൂട്ട് വൈകി. അതുവരെയും അദ്ദേഹം കാത്തിരുന്നു. 3 മണിയായി. ഏറെക്കാലത്തിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചെന്നും ശോഭന ഓർത്തു. യാത്രകളോടുള്ള സ്നേഹത്തെക്കുറിച്ചും ശോഭന അന്ന് സംസാരിച്ചു. ഇപ്പോഴാണ് യാത്ര ചെയ്യാൻ തുടങ്ങിയത്. നേരത്തെ ജോലി മാത്രമായിരുന്നെന്നും ശോഭന വ്യക്തമാക്കി. വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയിലാണ് ശോഭന അവസാനമായി അഭിനയിച്ചത്. നൃത്തത്തിലേക്കാണ് ശോഭന ഇന്ന് കൂടുതൽ ശ്രദ്ധ നേടുന്നത്. പ്രാധാന്യമില്ലാത്ത വേഷങ്ങൾ ചെയ്യാൻ ശോഭന ഇന്ന് തയ്യാറല്ല. കഥാപാത്രങ്ങളിൽ ആവർത്തന വ്യസ്തത തോന്നിയതോടെയാണ് ശോഭന അഭിനയ രംഗത്ത് നിന്നും മാറി നിന്നത്.